ഹായ്. ഇന്ന് രാവിലത്തെ പരിപാടി നമ്മൾ വാഴപ്പണയിൽ മറ്റേ ഒടിഞ്ഞു വീണ വാഴയൊക്കെ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്തിട്ട് അതൊക്കെ മാറ്റിയിട്ട് അവിടെ ഒന്ന് കിളച്ച് തുടങ്ങാമെന്ന് വിചാരിച്ചു. ഇപ്പോഴേ കിളച്ച് വന്നിട്ട് മണ്ണൊക്കെ ഒന്ന് റെഡിയാക്കാനുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് രാവിലെ വന്നേക്കുവാണ്. മമ്മാട്ടി അച്ഛൻ രാവിലെ അങ്ങ് പോയായിരുന്നു. ഞാൻ എത്തിയപ്പോൾ കുറച്ചൊന്ന് ലേറ്റായി. അപ്പം നേരെ അങ്ങോട്ട് പോകുന്നു. അവിടെ പോയിട്ട് ബാക്കി അങ്ങനെ പറമ്പിലെത്തി. ഇവിടെ ഫുള്ള് കാടാണ്. കാട് മീൻസ് കുറേ നാളായില്ലേ കിളച്ചിട്ട്, 1 മാസം എന്തോ ആയി. ലാസ്റ്റ് കാട് പിഴുതു നമ്മുടെ വാഴയെല്ലാം ഒടിഞ്ഞു വീണ്. അപ്പം ഇന്ന് ഈ സ്ഥലം ഫുള്ള് ക്ലീനാക്കാനാണ് വന്നിരിക്കുന്നത്. സോ നോക്കാം. അച്ഛനോട് കൊലയൊക്കെ കിട്ടുന്നുണ്ട്. ബാക്കി ഒന്ന് നോക്കിയിട്ട് വരാം. സ്ഥലം ഫുള്ള് കാട് പിടിച്ച്, ഫുൾ മീൻസ് ആദ്യം എൻ്റെ കയ്യിൽ എങ്ങനെയാണോ കിട്ടിയത് ആ രീതിക്ക് ഫുള്ള് കാട് പിടിച്ച് കിടക്കുവാണ്. നല്ല പണിയുണ്ട്. ജോലിക്ക് വേറെ ആരെയും വിളിച്ചിട്ടില്ല. നമ്മൾ രണ്ടുപേരും കൂടെ നിന്ന് കളയ്ക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഫുള്ള് കാട് ക്ലീൻ ചെയ്യണം, എന്നിട്ട് ഫുള്ള് കിളച്ച് എടുക്കണം. സോ തുടങ്ങാം. ഇങ്ങനെ ഒരു മണിക്കൂർ കൊണ്ട് ഇത്രയും ഭാഗം കിളച്ച്, മീൻസ് കാട് പറിച്ച് ഇത്രയും ഭാഗം ഫുള്ള് കിളച്ചായിരുന്നു. ഇനിയിപ്പം കഴിക്കാൻ വേണ്ടി വീട്ടിലോട്ട് പോകുക. കഴിച്ചിട്ട് വന്നിട്ട് ബാക്കി ഇന്ന് മേ ബി ഇത്രയും സ്ഥലം തീരുമെന്ന് തോന്നുന്നു. ഈ ഉള്ള മീൻസ് പഴയ വാഴകളെല്ലാം ഇളക്കി മാറ്റുന്നുണ്ട്. എല്ലാം കേടുപിടിച്ചു എല്ലാത്തിലും. അതായത് മീൻസ് പുതിയതായിട്ട് വരുന്ന വാഴക്കന്നിലും മറ്റേ പുഴു വരുന്നുണ്ട്. ഇവിടെ ഇതിപ്പോൾ ഇളക്കിയിട്ട കന്നുകളാണ്. ഇതിനകത്ത് കണ്ട് ഇവിടെയൊക്കെ മീൻസ് എല്ലാത്തിലും കുത്തി കയറിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ കന്നിലും പുഴു കയറിയിട്ടുണ്ട്. ഇതൊക്കെ ഓൾമോസ്റ്റ് എല്ലാം ഫുള്ള് നശിച്ചായിരുന്നു. അപ്പോൾ ഇനി ഇതെല്ലാം മാറ്റിയിട്ട് ഒന്നും കൂടെ റീപ്ലാന്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഈ ഇടയ്ക്കൊന്നും ചെയ്യത്തില്ല, കുറച്ച് സമയം. ഇതിപ്പോൾ ഒന്ന് ജസ്റ്റ് കളച്ചിട്ട് ഇനി മറ്റേ കുമ്മായപ്പൊടിയൊക്കെ ഇടണം. കുമ്മായപ്പൊടിയൊക്കെ ഇട്ടൊന്ന് സെറ്റാക്കണം. എന്നിട്ട് നോക്കണം. ഒരു സെപ്റ്റംബർ ലാസ്റ്റ് ഒക്ടോബർ ആ സമയത്തായിരിക്കും മിക്കവാറും വാഴ നടുന്നത്. ഇതിനിടയ്ക്കൊന്ന് സോയിൽ ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കണം. ഇതുണ്ട്, ഇത് ഒരു ഇതാവാതെ മറ്റേ വീണ് പോയതായിരുന്നു. മീൻസ് വിളയാതെ പോയതായിരുന്നു. പിന്നെ അതിവിടെ കിടന്നെന്തോ ഇതായതാ. എന്തോ ജീവികളൊക്കെ ഒന്ന് കഴിക്കുന്നുണ്ട്. അവർക്കെങ്കിലും ഒരു നേരത്തെ ഭക്ഷണം കിട്ടുമെങ്കിൽ അത്രയും നല്ലതല്ലേ. ഇവിടെ ഏത്തക്കൊല, ഇതും ഒടിഞ്ഞു വീണതായിരുന്നു. കൊല വീണ് അത് പോയി. ആരൊക്കെ വന്ന് കഴിക്കുന്നുണ്ട്. പിന്നെ പന്നിയുണ്ട്, വീണ്ടും പന്നി കയറി തുടങ്ങിയിട്ടുണ്ട്. അവിടുത്തെ ചാലിൻ്റെ അവിടെയൊക്കെ ഫുള്ള് കുത്തി ഇടിച്ചിട്ടിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ പരിപാടികൾ. ഇനി എന്തായാലും പോയി കഴിച്ചിട്ട് വരാം. പോയി കഴിച്ചിട്ട് വന്നിട്ട് ബാക്കി ചെയ്യും. ഇന്ന് ആ ഒരു പണം മൊത്തം തീർക്കാനാണ് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് ബാക്കി പതുക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. സോ അത്രേ ഉള്ളൂ.
അങ്ങനെ ഇന്നത്തെ പണി ഇവിടെ നിർത്തിയായിരുന്നു, കഴിഞ്ഞു. ഇന്നത്തേക്ക് നിർത്തി. ഇത്രയും സ്ഥലമാണ് നമ്മൾ കളച്ചത്, ഇതുവരെ കളച്ച്. കാടും പറിച്ച് ജസ്റ്റ് ഒന്ന് മണ്ണ് കൊത്തി ഇളക്കി ഇട്ടിട്ടുണ്ട്. ഇനിയുണ്ട്. ഇതിപ്പോൾ ജസ്റ്റ് ഒന്നും ആയില്ല, ഇപ്പോൾ ഒരു പണം പോലും ഫുള്ള് കഴിഞ്ഞില്ല. വാഴക്കന്ന് ഇളക്കി എല്ലാം മാറ്റിയിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഇനി ഓരോ ദിവസം വന്നിട്ട് കുറച്ച് ക്ലീൻ ചെയ്ത് കൊണ്ടുപോകണം. അപ്പം ഇനി ഇതെല്ലാം വാരി പാക്ക് ചെയ്ത്. ഇപ്പം 2 ചേന ഉണ്ടായിരുന്നു. ഇത് എവിടെ ഒരു ചേന 2 വെച്ചിട്ടുണ്ടായിരുന്നു, അതെടുത്ത് അവിടെ നിന്ന് എടുത്ത് അങ്ങോട്ട്. വേറെ ഒന്നുമില്ലല്ലോ, കയറ് കൊണ്ടുപോകണം. ഇവിടെ ഇത്രയും ജസ്റ്റ് ഒന്ന് കൊത്തി കളച്ചിട്ട് ഇനി ഒരു 2 ദിവസം എന്തെങ്കിലും കഴിഞ്ഞിട്ട്, 2 ദിവസമല്ല, ഇത് മൊത്തം ഒന്ന് കളച്ചിട്ട് വേണം. അതായത് ഏത്തവാഴ നിന്ന സ്ഥലം മൊത്തം കളച്ചിട്ട് വേണം ഇനി മറ്റേ കുമ്മായപ്പൊടി വാങ്ങിക്കണം. ഡോളോമേറ്റ് വാങ്ങിച്ച് ഫുള്ളൊന്ന് ഇടണം. എന്നിട്ട് വേണം, അതിട്ട് കഴിഞ്ഞാലും പിന്നെ ഒരു 14-15 ദിവസം കഴിഞ്ഞിട്ട് അടുത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ പ്ലാൻ. ഇനി വരുന്ന ദിവസങ്ങളിൽ ബാക്കി സ്ഥലം കൂടി വന്ന് കുറച്ച് സമയം നിന്ന് കളച്ച് ഒന്ന് റെഡിയാക്കി എടുക്കണം. സോ ഇന്നത്തെ കളയൽ പരിപാടികളും പറമ്പിലെ പരിപാടികളും 3 കൊല എടുത്തിട്ടുണ്ടായിരുന്നു, 3 കൊല മുറിച്ചിട്ടുണ്ടായിരുന്നു. 2 ഏത്തക്കൊലയും 1 പാളയംകുടനുമായിരുന്നു. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ. ഇനി നേരെ വീട്ടിലോട്ട്. മഴ തുടങ്ങിയിട്ടുണ്ട്, മഴ പെയ്തു തുടങ്ങി. അപ്പം ഇനി നിൽക്കുന്നില്ല, പോവുകയാണ്. ഓക്കെ, അങ്ങനെ ഇന്നത്തെ പറമ്പിലെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. ഇവിടെ ഒരാൾ മൺവണ്ടിയൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. എൻ്റെ കയ്യിൽ ഒരു ബക്കറ്റ് കയറിരിപ്പുണ്ട്. അതായത് നമ്മൾ വാഴയ്ക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കെട്ടിയിരുന്ന കയറുകളാണ്. അപ്പോൾ അതെല്ലാം കൂടെ ഊരിയെടുത്ത് തിരിച്ചു കൊണ്ടുപോവാണ്. ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ട്, കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. ചെറുതായിട്ട് മഴയുണ്ട്. അപ്പം മഴ കൂടുന്നതിന് മുന്നേ വീട്ടിൽ കയറണം. ഇവിടെ നിന്ന് ഫ്രഷ് ആയിട്ട് വേണം ഇവിടുന്ന് തിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇന്ന് പോയപ്പോൾ ആക്ച്വലി കുറച്ച് പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒന്ന് കാലിൽ മൺവട്ടി ഒന്ന് അടിച്ചിട്ട് കാല് മുറിഞ്ഞിട്ടുണ്ട്. പുല്ല് പറിച്ചപ്പോഴത്തേക്കും എൻ്റെ കൈയും മുറിഞ്ഞ്, അവളുടെ കയ്യിലും കുറച്ച് പോറലും. സോ അതൊക്കെയാണ് ഇന്നത്തെ കൃഷിയിടത്തിലെ വിശേഷങ്ങൾ. ബാക്കി വരുന്ന ദിവസങ്ങളിൽ കാണാം. നമ്മളവിടെ നിന്ന് കൊണ്ടുവന്ന കൊല വേണ്ടി ഇവിടെ തൂക്കിയിട്ടിട്ടുണ്ട്.